വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അടിമുടി നാടകീയ സംഭവങ്ങളും കാലുമാറ്റങ്ങളും അട്ടിമറികളും. പലയിടങ്ങളിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ അധ്യക്ഷ സ്ഥാനങ്ങളിലെത്തി. ടോസിലൂടെ ഭരണം നേടിയ പഞ്ചായത്തുകളുമുണ്ട്. പത്തനംതിട്ടയിലെ കോട്ടാങ്കലിൽ SDPI പിന്തുണയോടെയാണ് UDF അധികാരത്തിലേറിയത്. എന്നാൽ SDPIയുമായി ബന്ധം വേണ്ടെന്ന് പാർട്ടി നേതൃത്വം കടുംപിടുത്തം പിടിച്ചതോടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ശ്രീദേവി രാജി സമർപ്പിച്ചു. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ BJPയുടെ VV പ്രസാദ് പ്രസിഡന്റായപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചു. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ പ്രസിഡന്റായ S ഗീത രാജിവെച്ചു. SDPI പിന്തുണ വേണ്ടെന്ന UDF തീരുമാനത്തെ തുടർന്നാണ് രാജി. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ LDFന്റെ അമിത ബാബു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ 2020യും CPIഎമ്മും വിട്ടുനിന്നതോടെ കോറം തികയാത്തതിനാൽ തിരഞ്ഞെടുപ്പ് നടന്നില്ല. ആലപ്പുഴ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDFൽ ചേർന്ന് പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചൻ വെമ്പാന്തടയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്.